ശരി, അഡ്വക്കേറ്റ് ഷാനിബ അലി, അഭിഭാഷക എന്ന നിലയ്ക്കുള്ള അങ്ങയുടെ അഭിപ്രായങ്ങളും വേണം, ഒരു സ്ത്രീ എന്ന നിലയ്ക്കും. ഇപ്പോൾ പുറത്തു വന്ന ചാറ്റുകൾ എല്ലാം തന്നെ സ്ത്രീകളുടെ ഈ പറഞ്ഞ പെൺകുട്ടികളുടെ നിസ്സഹായത വെളിപ്പെടുത്തുന്നതാണ്. അവരൊക്കെ തന്നെയും രാഹുലിനോട് കെഞ്ചിക്കൊണ്ട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ കേസിന് പോകാൻ ഭയമാണെന്ന് പലരും നമ്മളോട് തന്നെ ടെലിഫോണിൽ പ്രതികരിച്ചിട്ടുണ്ട്. കേസിന് പോകാൻ ഭയമാണ്, കുടുംബത്തിൻ്റെ പിന്തുണ അക്കാര്യത്തിലുണ്ടോ എന്ന കാര്യത്തിലും പലർക്കും സംശയമുണ്ട്. ഇതിപ്പോൾ ഒന്നും രണ്ടും കേസൊന്നുമല്ല. ഇത് നിയമപരമായി നിൽക്കുമോ എന്നുള്ള ഒരു വിഷയം അവിടെ നിൽക്കുന്നു. കാരണം ഒരു ഭാഗം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ എന്നുകൊണ്ട് ധാർമ്മികമായ വിഷയം മറ്റൊരു വിഷയമായി അവിടെ നിൽക്കുകയാണ്. ഇത്രയധികം നിസ്സഹായപ്പെടേണ്ട ഒരു കാലത്താണോ നമ്മൾ ജീവിക്കുന്നത് എന്നൊരു വിഷയം കൂടി അവിടെ ഉണ്ടല്ലോ. സ്മൃതി പറഞ്ഞ പോലെ തന്നെ രണ്ട് രീതിയിൽ വേണം ഞാനിതിനെ ആൻസർ ചെയ്യാൻ. ഒന്ന് അഭിഭാഷക എന്ന നിലയിലും മറ്റൊന്ന് സ്ത്രീ എന്ന നിലയിലും. അഭിഭാഷക എന്ന നിലയിൽ ഞാനിതിനെ നോക്കിക്കാണുമ്പോൾ ഒരു പരാതി എന്ന് പറയുന്നത് വിക്ടിമിന് മാത്രം കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഇത് സിവിൽ കേസ് അല്ല. ഇപ്പം സ്മൃതിക്ക് പേഴ്സണലി ഈ കാര്യം അറിയാം. ആ കുട്ടി സ്മൃതിയോടാണ് സംസാരിച്ചത്. വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ആണ്. ഈ പറഞ്ഞ പോലെ ഒരു മിയർ സ്റ്റോക്കിങ്ങോ അങ്ങനത്തെ അലിഗേഷൻസ് ഒന്നും അല്ല. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ഉണ്ട്. ഫോഴ്സ്ഡ് അബോർഷൻ എന്നൊക്കെ പറയുന്നത് ജീവപര്യന്തം തടവ് കിട്ടാവുന്ന കുറ്റകൃത്യമൊക്കെയാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് കംപ്ലൈനന്റ്, അതായത് പരാതിക്കാരിയോ ഡിഫാക്ടോ കംപ്ലൈനന്റോ വിക്ടിം ആവണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. സ്മൃതിക്ക് അറിയാമോ, സ്മൃതിക്ക് കംപ്ലൈൻറ്റ് ചെയ്യാം. ആ കുട്ടി എന്നോടാണോ പറഞ്ഞത്, എനിക്ക് കംപ്ലൈൻറ്റ് ചെയ്യാം. ആർക്ക് വേണമെങ്കിലും ഇതിൽ പരാതി കൊടുക്കാം. അതിന് പുറത്ത് FIR ഇടാം, അന്വേഷിക്കാം. അതാണ് സ്ഥിതി എന്നിരിക്കെ ഇപ്പോൾ വന്നിരിക്കുന്ന അലിഗേഷൻ, എനിക്കൊരിക്കലും ഇവിടെ വന്നിരുന്നിട്ട് കോടതി തീരുമാനിക്കുന്ന നമ്മളുടെ ഒരു സാമൂഹികമായിട്ടുള്ളൊരു വിചാരണ മതി, അല്ലെങ്കിൽ ഒരു മാധ്യമ വിചാരണ മതി, കോടതി തീരുമാനിക്കാതെ തന്നെ എനിക്കിത് പറയാം, ഈ തെളിവുകളൊക്കെ അല്ലേ ഉള്ളൂ, ഇത്രയും തെളിവുകൾ ഉണ്ടല്ലോ എന്നൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ എല്ലാവരും കണ്ണുകൊണ്ട് കാണുകയാണ്. ഇത്രയും ഫോർവേഡ് ആയിട്ടുള്ളൊരു സമയത്താണ് നമ്മളുള്ളത്. നമ്മളെല്ലാവരും കണ്ണുകൊണ്ട് കാണുകയാണ്. ഈ സ്ത്രീ എന്ന് പറയുന്ന ആസ്പെക്ട് വരുന്ന അവിടെയാണ്. നമുക്കറിയാം, എനിക്കറിയാം, സ്മൃതിക്ക് അറിയാം, നമുക്ക് രണ്ടുപേർക്കും അറിയാം, ഈ നിൽക്കുന്ന ഓരോ സ്ത്രീകൾക്കും അറിയാം ഏതൊക്കെ രീതിയിലുള്ള അപ്രോച്ചുകൾ, നമ്മളൊക്കെ സമൂഹത്തിൽ എത്ര നല്ല സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ഏതൊക്കെ രീതിയിലുള്ള അപ്രോച്ചുകളാണ് നമുക്ക് ഓരോ ടൈമിലും, നമ്മൾ തൊഴിൽ ചെയ്യുമ്പോഴായാലും നമ്മൾ പുറത്തിറങ്ങുമ്പോഴായാലും നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള അപ്രോച്ചുകൾ എവിടെ നിന്നൊക്കെയാണ് വന്നിട്ടുള്ളത്, അതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് നേരിട്ടിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് നമുക്കിതിൽ തിളയ്ക്കുന്നത്. കാരണം ഒരു മെസ്സേജ് കാണുമ്പോൾ അത് ജെന്യുവിൻ ആണോ എന്ന് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലാവും. കാരണം ഇത്തരം മെസ്സേജുകൾ ഞാനും കണ്ടിട്ടുണ്ട്, ഇത്തരം മെസ്സേജുകൾ ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ഈ അതിലൊരു പ്രശ്നമുണ്ട് ഷാനിബ. ഇപ്പോൾ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഷാനിബ ആയാലും ഞാനായാലും ഒരു പക്ഷേ ഒരു മെസ്സേജിന്റെ സ്വഭാവം വേറെ രൂപത്തിലേക്ക് പോകുന്നു എന്ന് കണ്ടാൽ അയാളെ ബ്ലോക്ക് ചെയ്യും, സംസാരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കും. പക്ഷേ ഈ എല്ലാ കേസുകളും അങ്ങനെയല്ല. തിരിച്ചു താല്പര്യം പ്രകടിപ്പിക്കുന്നത് തെറ്റല്ലെന്നേ, തിരിച്ചൊരു താല്പര്യം ഉണ്ടാവുന്നുണ്ട്. ആ താല്പര്യം എന്നോട് മാത്രമുള്ള താല്പര്യമാണ് അയാൾക്ക് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ്, ആ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരു ബന്ധത്തിലേക്ക് വീഴുകയാണ് ഷാനിബ. അതിൽ വ്യത്യാസമുണ്ട്. അതിനെയാണ് മാനിപ്പുലേറ്റഡ് കൺസെന്റ് എന്ന് പറയുന്നത്. ശരിയാണ് സ്മൃതി, അതിനെയാണ് മാനിപ്പുലേറ്റഡ് കൺസെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായാലും എവിടെയാണെങ്കിലും കൺസെന്റ് എന്ന് പറയുമ്പോൾ അത് ഫ്രീ മൈൻഡോട് കൂടിയുള്ള കൺസെന്റിനെ മാത്രമാണ് നമുക്ക് കൺസെന്റ് എന്ന് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് റേപ്പ് കേസുകളിലായാലും എന്ത് കേസിലാണെങ്കിലും കൺസെന്റ് ഉണ്ടെന്ന് പറഞ്ഞാലും അതിനെ കോടതി മുഖവിലയ്ക്ക് എടുക്കാത്തത്. അത് ഒരു ഫ്രീ കൺസെന്റ് ആയിരിക്കില്ല, ഫോഴ്സ്ഡ് കൺസെന്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഫ്രോഡ് ആസ്പെക്റ്റിലൂടെ നേടിയെടുത്തൊരു കൺസെന്റ് ആവാം. ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം, അല്ലെങ്കിൽ നീ മാത്രമേ ഉള്ളൂ എൻ്റെ ലൈഫിൽ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ ചിലപ്പോൾ ഇഷ്ടമുള്ള സ്ത്രീ ആണെങ്കിൽ, ഇയാൾ ഇത്രയും നല്ലൊരു പദവിയിലിരിക്കുന്ന ആളാണ്, ഇഷ്ടമുള്ള സ്ത്രീ ആണെങ്കിൽ ഉറപ്പായിട്ടും അയാളോടൊരു പ്രാഥമികമായിട്ടുള്ളൊരു താല്പര്യം വരുമായിരിക്കും. ആ താല്പര്യത്തിന് മുതലെടുക്കുന്നു. ആ സ്ത്രീയെ മടുക്കുമ്പോൾ അടുത്ത ആളിലോട്ട് പോകുന്നു, ആ സ്ത്രീയെ മടുക്കുമ്പോൾ മറ്റൊരാളിലോട്ട് പോകുന്നു. ആരും പരാതിപ്പെടുന്നില്ല. ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആണ്. ഇനി ഇതിൻ്റെ പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ നിൽക്കുന്ന സ്ഥാനത്തിൻ്റെയാണ്. അതായത് ഒരു വ്യക്തി, അയാൾക്ക് പവറുണ്ട്, അയാൾക്ക് എല്ലാ രീതിയിലുള്ള സാമൂഹികമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ട്, അയാൾ ഇതുപോലൊരു ഫോഴ്സിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റ അപകടമാണ്. ഒരു സാധാരണ സിറ്റിസൺ ചെയ്യുന്ന പോലെ നമുക്ക് അത്ര ഈസി ആയിട്ട് ഇതിനെ കാണാൻ പറ്റില്ല. കാരണം ഇയാളെ ആൾക്കാർ പേടിക്കും. എപ്പോഴും എല്ലാവരും പറയും പരാതി കൊടുക്കാൻ 3 വർഷം വൈകി, 4 വർഷം നിങ്ങൾ എവിടെയായിരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഡ്രസ്സ് ഇട്ടത്, 4 വർഷം നിങ്ങൾ എവിടെയാണെന്ന് ഒരിക്കലും ഒരു വിക്ടിമിനോട് ചോദിക്കരുതെന്ന് കോടതി പലതവണ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു വിക്ടിമിന്റെ പല രീതിയിലുള്ള കാരണങ്ങളും അതിലുണ്ടാവും. എനിക്ക് ഇന്ന് എന്നോട് ഒരാൾ ഉപദ്രവം ചെയ്തു, 1 വർഷം ഞാൻ കരഞ്ഞിരുന്നിട്ടുണ്ടാവും, 2ാമത്തെ വർഷം ഞാൻ ഓക്കെ ആയിട്ട് അതിനെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും, ഞാൻ തെറപ്പിക്ക് പോയിട്ടുണ്ടാവും, 4ാമത്തെ വർഷം എനിക്ക് ധൈര്യം വന്നിട്ടുണ്ടാവും, ഞാനിത് പുറത്ത് പറയും, എനിക്കിത് ഫേസ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടാവും. അതാണ് വിക്ടിമിന്റെ മനോഭാവം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു ഡിലേ എക്സ്പ്ലെയിൻ ചെയ്യാൻ അവരെ നിർബന്ധിക്കേണ്ടത് കോടതിയുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിലോ നാട്ടുകാർക്ക് മുന്നിലോ അവരിത് പറയേണ്ട ആവശ്യമില്ല. അലിഗേഷൻസ് വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഈ പറഞ്ഞ പോലെ ധാർമ്മികമായിട്ട് അയാൾക്ക് രാജിവെക്കുകയോ, അല്ലെങ്കിൽ ധാർമ്മികത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ഇതേ പുറത്ത് നിൽക്കുന്നു, എനിക്കെതിരെ അന്വേഷണം നടക്കട്ടെ, കംപ്ലൈൻറ്റ് വന്നില്ല എന്ന് വീമ്പിളക്കുന്നതിന് മുൻപ് പരാതി കൊടുക്കാൻ ആൾക്കാർ ധൈര്യപ്പെടില്ല എന്നുള്ളത് അയാളുടെ സ്ഥാനത്തിൻ്റെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിലെ ഒരേ ഒരു പ്രശ്നം അയാൾ ഇരിക്കുന്ന സ്ഥാനമാണ്. അതായിരിക്കാം ചിലപ്പം വിക്ടിംസിനെ പേടിപ്പിക്കുന്നത്. പക്ഷേ വിക്ടിംസിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് സ്ഥിരമായിട്ട് അറിയാവുന്ന, അല്ലെങ്കിൽ ഇതിൽ
കറക്റ്റായിട്ട് നോളജ് ഉള്ള വിക്ടിമിന്റെ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒരു റേപ്പ് കേസിലെയും വിക്ടിമിന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇതൊരു റേപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് അബോർഷൻ ആണെങ്കിൽ അവരുടെ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് കംപ്ലൈന്റ് ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് സ്മൃതി ഇതിന്റെ ഒരു ലീഗൽ സൈഡ് എന്ന് പറയുന്നത്. ഇനി സ്ത്രീ എന്ന നിലയിൽ ഇത് കാണുമ്പോൾ ഉറപ്പായിട്ടും എനിക്ക് വിഷമമുണ്ട്, എല്ലാ സ്ത്രീകൾക്കും വിഷമമുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ശരിയാണെന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നത്? കാരണം നമുക്ക് ഇതിന്റെ ഒരു രീതി കാണുമ്പോൾ അറിയാം. ഒരു അലിഗേഷൻ അല്ലല്ലോ, 2 അലിഗേഷൻ അല്ലല്ലോ, ഇതൊരു സീരീസ് പോലെ അലിഗേഷൻസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിന് അലിഗേഷൻസ് എന്ന് മാത്രം ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കുറ്റാരോപിതൻ മാത്രമാണ് നിയമത്തിന്റെ കണ്ണിൽ അയാൾക്കെതിരെയുള്ള കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ. അപ്പം നമുക്കിതിന് അലിഗേഷൻ എന്ന് വിളിക്കാനേ പറ്റുള്ളൂ. കംപ്ലൈന്റ് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ കംപ്ലൈന്റ് വന്നാൽ പോലും ഇതിന് അലിഗേഷൻസ് എന്ന് മാത്രമേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ ഇങ്ങനെ മലവെള്ളപ്പാച്ചിൽ പോലെ പരാതികൾ വരുമ്പോൾ അത് ഒരു കേന്ദ്രത്തിൽ നിന്ന് ആസൂത്രണം ചെയ്താകാം എന്നൊക്കെ സംശയമൊക്കെ വരും. പക്ഷേ നമുക്കറിയാവുന്നതാണല്ലോ മീ ടു മൂവ്മെന്റ് എങ്ങനെയായിരുന്നു. മീ ടു മൂവ്മെന്റിൽ ഒരു പരാതി പറഞ്ഞ അല്ലെങ്കിൽ ഒരു കാര്യം വെളിപ്പെടുത്തി ഒരു യുവതി വരുന്നു, പിന്നാലെ എത്ര യുവതികൾ വരുന്നു, എത്ര 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 മുഖംമൂടികൾ കീറപ്പെട്ടു എന്നൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അത് ആ രൂപത്തിലാണ് അതിനെ കാണേണ്ടത്. ഒരാൾ കാണിച്ച ധൈര്യം ബാക്കിയുള്ളവർക്കും പ്രതികരിക്കാൻ ഒരു ധൈര്യമായി വന്നു എന്ന് വേണം ഇതിനെ കാണാൻ എന്ന് എനിക്ക് തോന്നുന്നു. ഷാനിബ, അതെ, വിക്ടിമിനെ നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യാണ് വേണ്ടത്. ഫോർ എ മൊമെന്റ് വി ഷുഡ് സപ്പോർട്ട് ഹെർ. പക്ഷെ എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ നടക്കുന്ന കമന്റ്സ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ വിഷമം വരുന്ന രീതിയിലുള്ള കമന്റ്സ് ആണ്. അവരുടെ വസ്ത്രത്തെ അളക്കുന്നു. ഈ മൊമെന്റിൽ ഞാൻ ഇവിടെ ചുരിദാറും ഷോളും ഇട്ടിരിക്കുന്ന നെക്സ്റ്റ് മൊമെന്റ് ഈ ക്യാമറാമാനോട് മാറി നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ വസ്ത്രം മാറിയിട്ട് ഞാൻ ഷോർട്സും ടീഷർട്ടും ആയിരിക്കുക ഇടുക സ്മൃതി. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്ക് എന്നെ കയറി പിടിക്കാമെന്ന് യാതൊരു റൈറ്റും ഇല്ല. ഒരാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറയുന്നു അർദ്ധനഗ്നയായിട്ട് അല്ലെങ്കിൽ അർദ്ധവസ്ത്രധാരിയായിട്ട് ആ സ്ത്രീ നിൽക്കുന്നു എന്ന്. എവിടെയാണ് ഇവരുടെയൊക്കെ ധാർമ്മികത? എവിടെയാണ് ഈ മനുഷ്യന്മാരൊക്കെയാണ് പൊളിറ്റിക്സിൽ നമ്മളെ നയിക്കുന്നത്? ഈ മനുഷ്യന്മാരൊക്കെയാണ് നമ്മൾ എല്ലാ കാലത്തും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന മനുഷ്യന്മാരാണ് ഈ പറയുന്നത് ഇവർ അർദ്ധനഗ്നരായിട്ട് നടക്കുന്നു, അർദ്ധനഗ്നയായിട്ട് ഡ്രസ്സ് ധരിക്കുന്നു എന്നൊക്കെ. ഈ വിക്ടിമിനെ ബ്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ആരാണ് കൊടുക്കുന്നത്? എവിടെ നിന്നാണ് ഇവർക്ക് ഈ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം കുഴപ്പമായി എന്ന് കാണാൻ പറ്റില്ല ഷാനിബാലി. അത് സ്ത്രീകളോടുള്ള സമീപനത്തിൽ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. കാരണം അവരാണ് മാതൃക, ഇവരാണ് മാതൃക, അങ്ങോട്ടും ഇങ്ങോട്ടും മാതൃക കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ. Debate with Smriti Parithikar.